അപ്പം അതേ ഇന്ന് നമ്മുടെ അടുക്കളയിൽ കാണുന്നത് പച്ചമീനല്ല. പച്ചമീൻ ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന പച്ചമീനൊക്കെ നമുക്ക് ദൗർലഭ്യമായി. അത് കാരണം ലുലു മാളിൽ നിന്ന് മേടിച്ച് ഉണക്കമീൻ വറക്കുക. ഉണക്കപ്പരവ അല്ല, പരവിയല്ലല്ലോ വെച്ചേ, റിബൺ ഫിഷ്. അപ്പൊ എന്റെ ഒരു ധാരണ കടൽ വരാലാണ് എന്നുള്ളതായിരുന്നു. പക്ഷെ അമ്മ പറയുന്നു അതല്ല. കടൽ വരാലിന് ഇച്ചിരി കൂടെ ദശപ്പുണ്ട്. ഇനി ഏതായാലും ഉണക്കമീൻ കിട്ടിയപ്പോൾ അത് ഞങ്ങൾ വറക്കുക കേട്ടോ. ഇവിടെ ഉണക്കമീൻ ഇപ്പൊ കിട്ടാനില്ല. നമ്മുടെ മാർക്കറ്റിൽ ഉണക്കമീനിന് ചെന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഉണക്കമീൻ ഷോപ്പിൽ ശനിയാഴ്ച ഒരു പക്ഷേ മീൻ വരും, പച്ചമീൻ്റെ ദൗർലഭ്യം കൊണ്ട് ഉണക്കമീൻ കംപ്ലീറ്റ് തീർന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് ഇവളോട് വിളിച്ചു പറഞ്ഞു, ഇവിടെ ലുലുന്ന് 2 ബോക്സിൽ കൊഴുവ വറുത്തതും ഇത് റിബൺ ഫിഷ് എന്നാണ് പറഞ്ഞ ആ മീനും മേടിച്ചുകൊണ്ട് വന്നു. അപ്പം ഇതാ ഞാൻ എടുത്തത് ആദ്യം. ഇനിയിപ്പോൾ പച്ചമൂര അടിച്ചെടുക്കാം അല്ലേ? ഇഷ്ടപ്പെട്ടോ? വൃത്തിയാ, നല്ല നീറ്റാ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. ഇത് നേരത്തെ കാണിച്ചതാ ബോക്സ്. എന്നാലും റിബൺ ഫിഷ് കുറച്ച് പരന്നിരിക്കുന്നതാണ്. നിങ്ങൾ പറ റിബൺ ഫിഷിന്റെ മലയാളം. അപ്പം ഞാൻ ഉണക്കമീൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ഉണക്കമീൻ വറക്കണത് വരെ മറന്നുപോയി വെച്ചേ. വേവേ മറിച്ചിട്ട് കേട്ടോ, ഉണക്കാകുമ്പോൾ പെട്ടെന്ന് വേവൂല. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുവാണ്. മഴ ആയതുകൊണ്ട് മഴ ഇപ്പൊ തുറന്നു വെക്കുക. തുറന്നു വെക്കണ സമയം ഈ കാറുങ്ങണ്ടേ ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ മഹാ കഞ്ചക്ഷന. എല്ലാവരും കാറുങ്ങണ്ടല്ലേ വന്നത്. മഴ കൊണ്ട് ഭയങ്കര പാടാ പാർക്കിങ്, ഷോപ്പിൽ കയറാൻ. ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ആളിറങ്ങി മേടിക്കാം. ചപ്പാത്തി ഉണ്ടെങ്കിൽ എടുത്തോ, ചിക്കൻ ശരിയാക്കാം. അത്താഴം